നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്റെ 2-3 സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. കുറച്ചു കാലമായി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് അവർ പറഞ്ഞ വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള, നല്ല രീതിയിൽ വിറ്റുപോകുന്ന, എന്നും ആവശ്യമായിട്ടുള്ള, ഓരോ വീട്ടിലും ആവശ്യമായിട്ടുള്ള, ഓരോ ഓഫീസിലും ആവശ്യമായിട്ടുള്ള, ഓരോ ഫാക്ടറികളിലും ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. കൂടാതെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആ രീതിയിലുള്ള വർക്ക് ചെയ്യുന്നവർക്കും വളരെ അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. മറ്റൊന്നുമല്ല, ഇത് സെല്ലോ ടേപ്പ് ബിസിനസ് ആണ്. സാധാരണ ട്രാൻസ്പെറന്റ് ആയിട്ട് സെല്ലോ ടേപ്പ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ബ്രൗൺ കളറിൽ വരുന്നുണ്ട്, പിന്നെ വൈറ്റ് കളറിൽ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ യൂസിന് വരുമ്പോഴത്തേക്ക് അതിന്റെ മെറ്റീരിയൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് പിന്നെ മഞ്ഞയും കറുപ്പും ചുവപ്പും ഒക്കെ ആകുന്നുണ്ട്, പച്ചയൊക്കെ ആകുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള സെല്ലോ ടേപ്പുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ടേപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ബിസിനസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന് ഏകദേശം നമുക്ക് മെഷീനറിക്ക് തന്നെ ഏകദേശം 1 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. 1 ലക്ഷം രൂപയുടെ മെഷീനറികൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് കറണ്ടിൽ, വീട്ടിലുള്ള കറണ്ടിൽ, വീട്ടിൽ വെച്ച് തന്നെ വളരെ കുറച്ച് വൈദ്യുതി ചെലവിൽ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനകത്ത് നല്ല ലാഭമുള്ള ഒരു ബിസിനസ് എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോഴും അതുകൂടാതെ തന്നെ മാനുഫാക്ചേഴ്സുമായിട്ട് സംസാരിച്ചപ്പോഴും അവരും പറയുന്നത് നല്ല ലാഭമുള്ള ഒരു ബിസിനസ് തന്നെയാണെന്നാണ്. അതിനകത്ത് കോമ്പറ്റീഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് ഒരു ഗുണമേന്മയുണ്ടെങ്കിൽ, അതിന്റെ അഡ്ഹസീവ്, അതായത് അതിന്റെ പശ നല്ലതാണെങ്കിൽ, നല്ല രീതിയിൽ ഒട്ടാനുള്ള ഒരു മാർഗം അതിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ വിട്ടുപോകും. ആ ഒരു സെല്ലോ ടേപ്പ് പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഒരു ബ്രാൻഡ് നോക്കിയല്ല ആരും വാങ്ങിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മാർക്കറ്റ് നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ആ മാർക്കറ്റ് കണ്ടെത്തുക, അത് നമ്മളുടെ പരിധിയിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ മെഷീനുകൾ വെച്ച് എങ്ങനെയാണ് ഈ സെല്ലോ ടേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ മെഷീന്റെ പ്രവർത്തനം കണ്ടു. എങ്ങനെയാണ് ഈ സെല്ലോ ടേപ്പ് ഉണ്ടാക്കുന്നത്? നമുക്ക് 1/4 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ വീതിയിലുള്ള ടേപ്പുകളാണ് സാധാരണഗതിയിൽ മാർക്കറ്റിൽ വിറ്റഴിച്ചു പോകുന്നത്. 1/4 ഇഞ്ചൊക്കെ വളരെ കുറച്ചേ പോകുന്നുള്ളൂ. 1/2 ഇഞ്ചാണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള ടേപ്പുകൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും. 6 ടേപ്പിന്റെ ഒരു പാക്കാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പം ആ രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഷീനറികൾ വേണം, അതിന്റെ റോ മെറ്റീരിയൽസ് വേണം. അതൊക്കെ എന്തൊക്കെയാണ്, എവിടൊക്കെ കിട്ടും, എങ്ങനെ കിട്ടും, എന്താണ് റേറ്റ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിലാണുള്ളത്. ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വളരെ ചെറുകിട, അതായത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമുക്ക് വേണ്ടത് 2 മെഷീൻ വേണ്ടി വരും. ഒന്ന്, ആദ്യമേ വേണ്ടത് സെല്ലോ ടേപ്പ് കോർ കട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ വേണ്ടി വരും. അത് പെഡസ്ട്രൽ ടൈപ്പ് പേപ്പർ കോർ കട്ടിംഗ് മെഷീന് 25,000 രൂപയാണ് വില വരുന്നത്. അത് കൂടാതെ തന്നെ 38,000 രൂപയുടെ ഉണ്ട്. ഇത് തന്നെ സെയിം 25,000, 45,000, പിന്നെ വലിയ മെഷീനൊക്കെ ഉണ്ട്. 2 ലക്ഷത്തിന്റെ മെഷീനൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ അത് വേണ്ടല്ലോ. 25,000 ഈ ഒരു റേഞ്ചിലാണ് ഈ മെഷീൻസ് വരുന്നത്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു മെഷീൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധിക്കാം. ഇതാണ് വരുന്നത് പെഡസ്ട്രൽ ടൈപ്പ് പേപ്പർ കോർ കട്ടിംഗ് മെഷീൻ. ഇതിന്റെ സ്വിച്ച് താഴെയായിരിക്കും. ആൻഡ്രോയിഡ് എഞ്ചിനീയേഴ്സ്, ഗുജറാത്ത് ആണ് ഇതിന്റെ മേക്കേഴ്സ്. ഇതിനകത്ത് ഒരു കോർ ലെങ്ത് 600 mm ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. കോർ ഡയമീറ്റർ 76 mm വരെയുള്ളതുണ്ട്. ഓക്കെ, തിക്നെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യൂ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത് വേണ്ട ഒരു മെഷീനാണ് സെല്ലോ ടേപ്പ് മേക്കിംഗ് മെഷീൻ. അതായത് ഈ കോർ കട്ട് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ആക്കി എടുക്കണമെങ്കിൽ അതിന്റെ പ്രോസസ്സിന് വേണ്ട മെഷീനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെമി ഓട്ടോമാറ്റിക് സെല്ലോ ടേപ്പ് മേക്കിംഗ് മെഷീൻ ഇവിടെ 70,000 രൂപ കാണിച്ചിട്ടുണ്ട്.
28 ലക്ഷത്തിന്റെ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമില്ലല്ലോ. 95,000 രൂപ. 5.2 ലക്ഷത്തിന്റെ കാണിക്കുന്നുണ്ട്. 70,000 രൂപയുടെ കാണിക്കുന്നുണ്ട്. ഇതിലിപ്പം സെലോ ടേപ്പ് മേക്കിംഗ് മെഷീൻ 1 HP ആണ്, സിംഗിൾ ഫേസ് ആണ്. 70,000 രൂപയാണ് ഇതിന് പറയുന്നത്. ഇത് രണ്ടാമത് വേറൊരു മെഷീനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. BOPP ടേപ്പ് സ്ലിറ്റിംഗ് മെഷീൻ ആണ്. 75,000 രൂപയാണ്. ഇത് ചാമുണ്ട ഇൻഡസ്ട്രീസ്, ഗുജറാത്ത്. ഏതാണ്ട് മെയിൻലി ഇതെല്ലാം ചെയ്യുന്നത് ഗുജറാത്തിൽ തന്നെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ കോറാണ്. കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പിനകത്ത് ചുറ്റിയിരിക്കുന്ന ആ പേപ്പറിന്റെ കട്ടിയുള്ള ഭാഗത്തിനാണ് കോർ എന്ന് പറയുന്നത്. ആ കോറിന്റെ ലിങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് സെലോ ടേപ്പ് പേപ്പർ കോർ 35 രൂപ കിലോഗ്രാം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 30 രൂപ കിലോഗ്രാം ഉണ്ട്, 36 രൂപ കിലോഗ്രാം ഉണ്ട്, 40 രൂപ കിലോഗ്രാം ഉണ്ട്, 33 രൂപ കിലോഗ്രാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് മാക്സിമം കുറച്ചിട്ട് മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ജംബോ റോൾസ് ആണ്. അതായത് വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ജംബോ റോൾസിൽ നിന്ന് ചെറിയ കോറിലോട്ട് ഇത് ചുറ്റി കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു സംഭവമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു BOPP ടേപ്പ് നമുക്ക് വേണ്ടി വരും, ജംബോ റോൾ വേണ്ടി വരും. അതിന്റെ കോസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിലോ 127 രൂപയാണ്. അതായത് ഒരു കിലോയിൽ വരുന്നത് 4000 മീറ്റർ തൊട്ട് 4500 മീറ്റർ വരെ, ഡിപ്പെൻഡ് അപ്പോൺ ദ തിക്നെസ് ആണ്. എത്ര ഉണ്ടെന്നനുസരിച്ചാണ് വരുന്നത്. ഓക്കെ, മൈക്രോൺ വരുന്നത് 36 മൈക്രോൺ തൊട്ട് 60 മൈക്രോൺ വരെ വരുന്നുണ്ട്. ഇതടുത്തത് BOPP ജംബോ റോൾ വരുന്നുണ്ട്. 127 രൂപ കിലോഗ്രാം ആണ് ഇവിടെയും കാണിക്കുന്നത്. ഇവർക്കും അതൊക്കെ തന്നെയാണ് വരുന്നത്. അത് എപ്സൺ ട്രേഡേഴ്സ്, ഗുജറാത്ത്. അടുത്തത് വരുന്നത് BOPP ടേപ്പ് മിനി ജംബോ റോൾസ് 258 mm, 140 രൂപ കിലോഗ്രാം വരുന്നുണ്ട്. മിനിമം റോള് നമ്മൾ എടുക്കേണ്ടത് 50 കിലോഗ്രാം ആണെന്ന് അവർ പറയുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്നാണ്. ഓൺലൈനിൽ എങ്ങനെയാണ് വിൽക്കപ്പെടുന്നത് എന്നുകൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ഇത് ആമസോണിന്റെ സൈറ്റിലാണ് ഞാനുള്ളത്. ഇവിടെ ഓൺലൈനിൽ ടേപ്പ് വിൽക്കുന്ന പല ടൈപ്പിലുള്ള ടേപ്പുകളുണ്ട്. ഇവിടെ പാക്കേജിംഗ് ടൈപ്പ് 160 രൂപ 50 മീറ്ററിന്, അത് 2 എണ്ണമാണ്. 139 രൂപ, ഇതെല്ലാം 2 എണ്ണമാണ്. ഇവിടെ ഒരു ടേപ്പിന് വരുന്നത് 50 മീറ്ററിന്റെ ഒരു ടേപ്പിന് വരുന്നത് 199 രൂപ, 249 രൂപ. പല ടൈപ്പിലുള്ള ടേപ്പുകൾ വരുന്നുണ്ട്, പ്രിന്റഡ് ടേപ്പുകൾ വരുന്നുണ്ട്. ഇതുപോലൊക്കെ പ്രിന്റ് ചെയ്ത് നമുക്ക് ടേപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ മെഷീനും കാര്യങ്ങളും ഒക്കെ വിലയും കാര്യങ്ങളൊക്കെ കൂടുകയും ഒക്കെ ചെയ്യും. ടേപ്പ് ഡിസ്പെൻസർ ഉണ്ട്. നമുക്ക് അത്യാവശ്യം വീട്ടിലോട്ടോ ഇല്ലെങ്കിൽ ഫാക്ടറിയിലോട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോട്ടോ ഒക്കെ വേണ്ട ഒരു സാധനം തന്നെയാണിത്. സാധാരണഗതിയിൽ നമ്മൾ ബ്ലേഡ് കൊണ്ടൊക്കെ കട്ട് ചെയ്ത് വലിച്ചൊക്കെയാണ് എടുക്കുന്നത്. പക്ഷെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ, ഏറ്റവും ചുരുങ്ങിയ എമൗണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു നല്ല ഡിസ്പെൻസർ കിട്ടും. ഈ ഡിസ്പെൻസർ കണ്ടോ, ഏറ്റവും എളുപ്പമാണ്. 255 രൂപ ഇതിന് വില വരുന്നുള്ളൂ. 175 രൂപയുടെ ഉണ്ട്, അതുപോലെ തന്നെ 230 രൂപയുടെ ഉണ്ട്. പല ടൈപ്പുള്ള നമ്മുടെ സാധാരണ ടേപ്പ് ഡിസ്പെൻസർ വരുന്നുണ്ട്. 142 രൂപ, 125 രൂപ അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കടയിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓൺലൈനിലാണ് ഇതൊക്കെ കിട്ടുന്നത്. പല ടൈപ്പിലുള്ള വരുന്നുണ്ട്. ഇതിന്റെ ഒരു ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ്. ഇതിന്റെ ജംബോ റോൾസ് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 127 രൂപയാണ് മാക്സിമം അതിന്റെ വില വീഴുന്നത്. അപ്പോൾ നമുക്കൊരു 127, 130 റേഞ്ചിൽ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പേപ്പർ കോർ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനും ഏകദേശം 30 തൊട്ട് 35 രൂപ വരെയാണ് വില വീഴുന്നത്. നമ്മൾ കിലോയ്ക്ക് വാങ്ങിക്കുന്ന ജംബോ റോള് നമ്മൾ മറിച്ചു കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ റീപാക്ക് ചെയ്ത് ഇല്ലെങ്കിൽ റീഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് മീറ്ററിലായി മാറുന്നു. അതാണ് ഇവിടുത്തെ ലാഭം. തീർച്ചയായിട്ടും ഇവര് ഈ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് ചെറിയ ടേപ്പിന് ഏകദേശം 1.5 രൂപ മുതൽ വലിയ ടേപ്പുകൾക്ക് ഏകദേശം 10 രൂപ വരെ ലാഭം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ട്രേഡിംഗ് ലൈസൻസ് അത്യാവശ്യമാണ്. ഇനി നമ്മളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, വളരെ വലിയ രീതിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു GSTയും എടുക്കേണ്ടി വരും. അതുകൂടാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് ലൈസൻസുകളും കാര്യങ്ങളും ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. എങ്കിൽ പോലും നമ്മളുടെ തൊട്ടടുത്ത നമ്മളുടെ ഡിസ്ട്രിക്റ്റിലെ DICയുമായിട്ട് ബന്ധപ്പെടുക. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് പോവുക. അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇനി ഇൻ കേസ് നമുക്ക് ഇതിന് മുടക്കാൻ പണമില്ലെങ്കിൽ പോലും അതിനുള്ള ലോണും കാര്യങ്ങളും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് തരുന്ന രീതിയിലുള്ള സംവിധാനം ഓൾറെഡി ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് നല്ലൊരു ബിസിനസ് അവസരമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി എത്തുന്നവരെ നമസ്കാരം.